ഒരു അധ്യാപികയുടെ സ്നേഹത്തിൽ കുതിർന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ്. ജീവിതത്തിന്റെ ആകത്തുക കണക്കാക്കുമ്പോൾ നാം നേടിയെടുക്കുന്ന സ്നേഹബന്ധങ്ങൾ ലാഭത്തിന്റെ പട്ടികയിൽ പെടുമെങ്കിൽ ഈ ഹോളി ഏഞ്ചൽസ് എനിക്ക് നേടിത്തന്ന സംഭാവന അത് എത്രയോ വലുതാണ്. ഞാൻ വന്നതിന് ശേഷമുള്ള 20ാമത്തെ പ്രിൻസിപ്പലാണ് ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ. പ്രിയപ്പെട്ട വർഗീസ് സാർ, ഇടുക്കള സാർ, ഷമ്മൽ സാർ, ജോർജ് സാർ എന്നിവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഈ സ്കൂളിനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ആക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുമ്പക്കാട്ടച്ചനോടൊപ്പം അക്ഷീണം പ്രവർത്തിച്ച അടൂർ ഹോളി ഏഞ്ചൽസിലെ ആദ്യ പ്രിൻസിപ്പലായ PL തോമസ് സാർ ഇന്നിവിടെയുള്ളത് അഭിമാനകരമാണ്. എല്ലാ പ്രധാന അധ്യാപകരുടെയും പ്രചോദനം എന്നെന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. ഞാൻ വന്ന നാൾ മുതൽ എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളിലെല്ലാം എൻ്റെ പപ്പായെ പോലെ, അമ്മയെ പോലെ, കൂടപ്പിറപ്പുകളെ പോലെ, മക്കളെ പോലെ ഓടിയെത്താറുള്ള അവരുടെ സ്നേഹത്തിൻ്റെ കയ്യൊപ്പുകൾ എൻ്റെ ഹൃദയത്തിൽ എത്രയോ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നോ എല്ലാവരെയും സ്നേഹാദരോടെ ഓർക്കുന്നു. കാലാകാലങ്ങളുള്ള PTA പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്കൂളിനോട് ഇവിടെ പറയുമ്പോൾ ഇവിടുത്തെ അധ്യാപകർ നന്ദിയോടെ ഓർക്കുന്ന ഒരു PTA പ്രസിഡന്റാണ് ജയകുമാർ സാർ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ടീച്ചേഴ്സിന് ഗുരുദക്ഷിണ നൽകണം എന്ന ആശയം കൊണ്ടുവന്നതും ആദ്യത്തെ ഗുരുദക്ഷിണ ബഹുമാനപ്പെട്ട കുമ്പക്കാട്ടച്ചനെ ഏൽപ്പിച്ചതും വിജയകുമാർ സാറാണ്. തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ PTA പ്രസിഡന്റായിരുന്ന കുര്യൻ മേനോൻ സാറാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കുര്യൻ മേനോൻ സാറിനെ ജോർജ്, ജോൺ PTA എന്നിവരെ എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഓർക്കുന്നു. ഹോളി ഏഞ്ചൽസിനെ പറ്റിയുള്ള എൻ്റെ സ്മരണകളുടെ വളപ്പൊട്ടുകൾക്കിടയിൽ മിന്നിത്തിളങ്ങുന്ന മണിമുത്തുകളാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അവരാണ് എൻ്റെ ശക്തിയും ബലവും. ഇപ്പോൾ തന്നെ നമ്മുടെ റിജോ തോമസ് എന്ത് ധന്യമുഹൂർത്തമാണ് ഈ സ്കൂളിന് പ്രദാനം ചെയ്തത്. അതുപോലെ തന്നെ ഐഷ റാണി IAS കിട്ടിയപ്പോൾ അവൾ അതിനെപ്പറ്റി പറഞ്ഞത് പത്രങ്ങളിലൊക്കെ വന്ന് കേൾത്താൻ സാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ പലരും എന്നെ വിളിച്ച് അനുമോദിച്ചു. ഇപ്പോഴൊക്കെ എനിക്ക് എന്ത് സന്തോഷം തോന്നിയെന്നറിയാമോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏതെങ്കിലും ഓഫീസിൽ ചെന്നാൽ, ബാങ്കിൽ ചെന്നാൽ, ആശുപത്രിയിൽ ചെന്നാൽ, ഒന്ന് സ്കാൻ ചെയ്യാൻ ചെന്നാൽ എന്തിനു പറയുന്നു, ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് നിന്നാൽ പോലും ഹോളി ഏഞ്ചൽസിലെ കുഞ്ഞുങ്ങൾ അവരുടെ അധ്യാപകരെ സഹായിക്കാനായിട്ട് ഓടിയെത്തും. ഒരധ്യാപികയ്ക്ക് ജീവിത സാഫല്യത്തിന് ഇതിൽ കൂടുതലൊക്കെ എന്താണ് വേണ്ടുന്നത്? എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള ആശംസകളും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോടുള്ള പ്രാർത്ഥന അറിയിക്കുന്നു. വിടരും മുമ്പ് കൊഴിഞ്ഞുപോയ 50ലേറെ പൂമട്ടുകൾ നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. സ്വർഗത്തിലിരുന്ന് മാലാഖമാരോടൊപ്പം അവരും ഈ യാത്രയടപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാകും. ഇനിയും എനിക്ക് യാത്ര പറയാനുള്ളത് എൻ്റെ സഹപ്രവർത്തകരോടാണ്. 39 വർഷമായി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരും, കൂടെ ജോലി ചെയ്യുന്നവർ എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ കൂടപ്പിറപ്പുകളാണ്. എൻ്റെ ആവശ്യങ്ങളിലൊക്കെ താങ്ങുതണലുമായി നിൽക്കുന്ന ആ കരുതലിൻ്റെ പിന്നിലുള്ള സ്നേഹ കടൽ, അതിൻ്റെ ആഴം ആർക്കാണ് ആക്കാൻ പറ്റുക? എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അർപ്പണമനോഭാവവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൈമുതലായിട്ടുള്ള അനേകം അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെ ആകത്തുകയാണ് ഈ വിദ്യാലയം. പെൻഷൻ പറ്റിപ്പോയവർ, വേറെ ജോലി കിട്ടിപ്പോയവർ, ഇപ്പോൾ ജോലി ചെയ്യുന്നവർ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അവസാന യാത്ര പോലും പറയാതെ നമ്മളെ വിട്ടുപോയ ഈ സ്കൂളിലെ ഫോർമൽ സ്റ്റുഡൻറ്റും അധ്യാപകരുമായിരുന്ന ബിജു വട്ടവേലി, മിനി ജോസ് ടീച്ചർ, അലക്സാണ്ടർ ജോബോയി സാർ, കരുണാനന്ദ സാർ, ഇവരെയെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എന്നോടൊപ്പം യാത്ര പറഞ്ഞ് സ്കൂളിൽ നിന്ന് പോകുന്ന പ്രിയപ്പെട്ട ഗ്രേസി ടീച്ചറിന് നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ 2 മക്കളും LKG മുതൽ പഠിച്ചൊരു വിദ്യാലയമാണിത്. അവരെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും, ഇപ്പോഴും അവരെ അനുഗ്രഹിക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് അന്ന് പ്രിൻസിപ്പൽമാരായിരുന്ന PL തോമസ് സാർ, വർഗീസ് സാർ, സക്കറിയാസ് കുഴിപ്പറമ്പിൽ അച്ഛൻ, ടൈറ്റസ് സാർ, ഇവരെല്ലാവരെയും ഓർക്കുന്നു. ലോക്കൽ മാനേജർമാരായിരുന്ന വന്യ മാത്യു
തുരുത്തി അച്ഛൻ, സ്കോറപ്പിസ്കോപ്പ, കണ്ണങ്കരി അച്ഛൻ, സക്രിയാസ് നെടിയകാല അച്ഛൻ, കുമ്പക്കാട്ടച്ഛൻ, എല്ലാ വന്നി വൈദ്യരോടുള്ള എൻ്റെ ആദരവ് കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. 1974 വന്ന ഞാൻ 78 ആയപ്പോഴേക്കും, അതായത് വെറും 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സീനിയർ അസിസ്റ്റന്റ് അഥവാ ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ആയി കഴിഞ്ഞിരുന്നു. ആ വലിയ വിലാസം എനിക്ക് തന്ന സൗഭാഗ്യം അതെത്രയോ വലുതാണ്. ജീവിത സായാഹ്ന വേദിയിലൂടെ ഞാൻ എൻ്റെ ജീവിതയാത്ര തുടരുമ്പോൾ ഹോളി ഏഞ്ചൽസ് എന്ന ഈ വലിയ തണൽ വൃക്ഷം, അതിൻ്റെ കരുത്തിട്ട ശാഖകളായ വന്യവൈദ്യർ, സിസ്റ്റേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, കുഞ്ഞുങ്ങൾ എന്നിവരിലൂടെ എനിക്ക് ആശ്വാസവും തണലും സംരക്ഷണവും നൽകും. ഈ സ്നേഹത്തിൻ്റെ ആഴം ഏതളവുകൾ കൊണ്ടാണ് അളക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കടപ്പാടുകളുടെ കണക്കുകൾ വാക്കുകൾ കൊണ്ട് ഹരിക്കാനും പറ്റുന്നില്ല. നന്ദിയോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, ആദരവോടെ, അഭിമാനത്തോടെ ഞാൻ ഈ സ്കൂളിനോട് യാത്ര പറയുമ്പോൾ വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥത പുലർത്താമോ അത്രയും ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നന്ദി, നന്ദി.